ലെറ്റ്സ് ഡു വാട്ട് ഐ വാണ്ട് ടു ഡു ഇൻ ദിസ് ഡേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം 8:19 ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്കൂളില്ല, എന്തോ ഒരു കാരണം കൊണ്ട്, എന്തോ പഞ്ചാബിൽ എന്തോ ഫെസ്റ്റിവൽ എന്തോ കാരണം കൊണ്ട് സ്കൂളില്ല. അപ്പോൾ എന്താ കാരണം എന്നൊന്നും നമ്മൾ നോക്കാൻ നിൽക്കാറില്ല, ലീവ് കിട്ടിയാൽ അങ്ങ് എടുത്ത് വരും. അപ്പോൾ ആദ്യം നമുക്ക് ബ്രഷ് ചെയ്തിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. അപ്പം ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോയിൽ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത് ഗ്ലൗലി ആൻഡ് ലവ്ലി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സൺസ്ക്രീമാണ്. അതെടുത്ത് ഞാൻ ഫുൾ തേച്ചു. ഒരു ട്രാൻസിഷൻ റീലായിരുന്നു ഇന്ന് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഫുൾ അതന്നെയായിരുന്നു. പിന്നെ ഇത്രയും പ്രോഡക്റ്റ്സ് മാത്രം വെച്ചിട്ടാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ലിപ്സ്റ്റിക്ക് എടുത്തു, അത് ഞാൻ ബ്ലഷായിട്ട് ഇട്ടു. അത് ഞാനിപ്പോൾ അതിനെ യൂസ് ചെയ്യുന്നതാണ്. ഇതിലും ഞാൻ കുറേ ട്രാൻസിഷൻ റീൽ എടുത്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയാം. അപ്പം ഐലൈനർ ഞാൻ എഴുതി, അതും ഒരു ട്രാൻസിഷൻ റീലായിരുന്നു. പിന്നെ ഇത്രയും വലുതായിട്ടൊന്നും ഞാൻ എഴുതണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്ന് വരച്ച് വന്നപ്പോഴത്തേക്ക് ഇത്രയും വലിയതായിപ്പോയി. അതെനിക്ക് എപ്പം അങ്ങനെയാണ്. പിന്നെ ഈ ഫോട്ടോ എടുക്കാന്നുള്ളത് എൻ്റെ വികാരമാണ്. അതായത് ഈ ഫോട്ടോ എന്തോ ഒരു സംഭവം. ഞാനിപ്പം ആ കാറിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോസ് എടുക്കാറുണ്ടായിരുന്നു. അതേപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ലാസ്റ്റ് ആ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ KSRTC പോയത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്കത് കിട്ടണം, KSRTC കിട്ടണം എന്നുണ്ടായിരുന്നു. അതേപോലെ ഞാൻ KSRTC ഞാൻ കയറി. എറണാകുളത്തെ വണ്ടിയായിരുന്നു കേട്ടോ. പിന്നെ KSRTC ടയർ എങ്ങാനും ഊരിപ്പോകുന്നുള്ള പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മേൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും എല്ലാം KSRTC എന്തോ ആളായിരുന്നു, കണ്ടക്ടറല്ല വേറെന്തോ. പിന്നെ ഞാൻ പോകുന്ന വഴിക്കും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് എൻ്റെ ഫോട്ടോസ് എടുക്കാൻ അത്ര ഇഷ്ടമല്ല, പക്ഷേ വേറെ ആളെ ഫോട്ടോസ് എടുക്കാനും വേറെ സീനറീൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പയ്യന്നൂർ എത്തി. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു റിവർ പോലെ ഒരു വലിയ പുഴ അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അമ്പലത്തിലെത്തി. പയ്യന്നൂർ അമ്പലത്തിൽ വരാമെന്നുള്ളതായിരുന്നു നമ്മൾ മെയിൻ ഒരു ഐഡിയ അല്ല, ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അമ്മ അവിടുന്ന് കിട്ടിയ ഒരു ഇതിനെ കൊണ്ടൊക്കെ വീശി തരികയായിരുന്നു. നമ്മൾ ഫുഡിന് ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ. ന്യൂസ് പേപ്പറിനൊക്കെ കൊണ്ടൊക്കെ വീശി തന്ന്. പിന്നെ എൻ്റെ അമ്മേൻ്റെ വീടെത്തി. അവിടുന്ന് ഞാനൊരു ബാഗും വെച്ച് കുറേ നേരം ഷോ കളിച്ചു. ഇതെൻ്റെ അമ്മേൻ്റെ ബാഗാണ്. ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ബാഗാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്, അതുകൊണ്ട് ലിങ്കൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബാഗാണ്. ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്കാണ്. പിന്നെ ഇതാണ് എൻ്റെ അമ്മമ്മേൻ്റെ സ്ഥലം, അതായത് ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇവിടെ നമ്മൾ പണ്ട് കസിൻസ് എല്ലാവരും കൂടി കളിക്കൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വെക്കേഷന് വരുന്ന സമയത്ത്. ഇപ്പം പിന്നെ എല്ലാവരും വലിയതായി. ഞാനും എൻ്റെ ഏട്ടനും മാത്രമേ ചോട്ടപ്പുറക്കായിട്ട് ഉള്ളൂ. പിന്നെ